ഹായ് ഓൾ, വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ഇന്ന് നമ്മൾ PXC എക്സാം അനുബന്ധിച്ച് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മാത്സ്, കുറേ പേർക്കൊക്കെ മാത്സ് ടഫാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്തിരി എളുപ്പ വഴിയിലൂടെ മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാർഡ് വർക്കിങ്ങിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്: ഒരു ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് മുൻപിൽ നിന്ന് 17ഉം പുറകിൽ നിന്ന് 28ഉമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തോരം ടൈം എടുക്കും. നമ്മൾ ലോജിക് വൈസ് ഒക്കെ ആലോചിച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫോർമുലയുണ്ട്. ദാറ്റ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അതായത് മൊത്തം സ്റ്റുഡൻസിനെയാണ് ഞാൻ T എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു M + N - 1. ഈ എമ്മും എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എന്ന് പറയണത് ഒരെണ്ണം 17ഉം ഒരെണ്ണം 28ഉം അല്ല, അതങ്ങ് എടുത്താൽ മതി. 17 + 28 - 1. സോ എത്ര ആൻസർ കിട്ടും? 28 + 17 35 5 3 45 44 കിട്ടും. എളുപ്പത്തിൽ ആൻസർ കിട്ടി. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വീണ്ടും ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് 30H - 11/2M. ഇതങ്ങ് ഓർത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതായത് 30 × H എന്ന് പറയുന്നത് നമ്മുടെ ഹവറാണ്. ഹവർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മണി ആയി? ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ. അപ്പോൾ നമ്മുടെ H എന്ന് പറയുന്നത് 10. 11/2M. M എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്. ഇവിടെ നമുക്ക് 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ M ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കണില്ല. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടുന്നത് 300 എന്ന് പറഞ്ഞിട്ട് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ 10:15 ആണെങ്കിൽ ഞാനവിടെ 15 മിനിറ്റ് ഇവിടെ എടുക്കേണ്ടി വരും. എമ്മിൻ്റെ അവിടെ ഞാൻ 15 ഇടും. ഇവിടെ 10 മണി ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പോർഷൻ ഇല്ലാണ്ട് ഞാൻ 30 × 10 300 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് 180 ഡിഗ്രീനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മളെപ്പോഴും, ഇപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 300ആണ്, അത് 180നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 360 - 300 ചെയ്യാം. 360 - 300 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ആൻസർ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ 10 മണിക്ക് വരെ ഇപ്പോൾ 5 മണിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 30 × 5 മണിയല്ലേ, അപ്പോൾ 5 വരും. അതായത് മൊത്തം എനിക്ക് കിട്ടുന്ന ആൻസർ 150ആണ്. അവിടുത്തെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 150 തന്നെയാണ്. നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 180നേക്കാളും താഴെയാണല്ലോ. മനസ്സിലായി? അപ്പോൾ 180 വെച്ചിട്ട് നമ്മൾ നോക്കുക. 180ക്ക് മീതെ ആണെങ്കിൽ നമ്മൾ 360ന്ന് ആ കിട്ടിയേക്കുന്ന ആൻസർ കുറയ്ക്കുക. 180നേക്കാളും താഴെയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ക്ലോക്കിൻ്റെ റിഫ്ലക്ഷൻ 340 ആണെങ്കിൽ ശരിക്കുള്ള സമയം എത്ര? അതായത് ക്ലോക്കിൽ കാണിക്കുന്ന റിഫ്ലക്ഷൻ 340 ആണ്. നമ്മൾ ശരിക്കുള്ള സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഭയങ്കര സിമ്പിളാണ്, ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1160ന്ന് ഈ വാല്യൂ അങ്ങ് കുറയ്ക്കാം. അതായത് നമ്മൾ എത്ര കിട്ടും? 340 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 820. നമ്മുടെ ആൻസർ എത്രയാണ്? 820. ഇത്രയേ ഉള്ളൂ. അതായത് 8:20 ആയിരിക്കും നമ്മുടെ ശരിക്കുള്ള സമയം. ക്ലിയർ ആയില്ലേ? ഒന്നും ആലോചിക്കാനില്ല, വേഗം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ: A/B = 5:4, B/C = 8:35. ഫൈൻഡ് A/C. A/C വേണം കണ്ടുപിടിക്കാൻ. ഇത് എല്ലാവർക്കും കുറേ ടഫായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുക. അതായത് 5, 4, 8, 35 ഈ ഓർഡറിൽ എഴുതുക കേട്ടോ. 5, 4, 8, 35. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കുക. എൻ്റെ 5 8s 40. അപ്പോൾ ഞാനിവിടെ 40 ഇട്ടു. ഓക്കെ, എന്നിട്ട് S2 ഇട്ടു. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇനി ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? കണ്ടോ, ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 8 × 4 ദാറ്റ് ഗീവ്സ് യു 32. S2 ഇനി എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 × 35. 4 × 35 എത്ര കിട്ടും? 140 കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 കോമൺ എന്തായിട്ടുള്ളതെന്ന് നോക്കുക. അത് വെച്ചിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എല്ലാതും ഇറ്റ് ഇസ് എൻഡിങ് വിത്ത് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 2. അപ്പോൾ ഈ ഫുൾ ഇത് 2-ൽ എല്ലാത്തിലും ഡിവിസിബിളാണ്. അപ്പോൾ നമ്മൾ വെട്ടി കഴിയുമ്പോൾ നമുക്കിവിടെ 20:10
140 ഡിവൈഡ് ബൈ 2 ആണ് ഈ ചെയ്യുന്നത് കേട്ടോ. 70. 32 ഡിവൈഡ് ബൈ 2 16, 40 ഡിവൈഡ് ബൈ 2 20. ഇങ്ങനെ കിട്ടും. ഇനിയും പോവും അല്ലേ, കാരണം എല്ലാതും കണ്ടോ, ഇവിടെ 1's പ്ലേസ് 6 ആണ്, ഇവിടെ രണ്ടും 0 ആണ്. ഇത് ഡിവിസിബിലിറ്റി അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇടുന്നത് 20/2 10 ഇവിടെ 8:35 കിട്ടും. ഇനി നോക്കിക്കഴിഞ്ഞാൽ 3 എണ്ണത്തിലും പോകണം, 2 എണ്ണത്തിൽ മാത്രം പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ നിൽക്കും. ഇനി നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം, ഇതാണ് എൻ്റെ A:B:C. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം A:C ആണ് അല്ലേ. അപ്പോൾ A:C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:35. ഇതിൽ രണ്ടിൽ ഇനിയും പോവും, ശരിയല്ലേ. 5ൻ്റെ ടേബിളിൽ പോകണതാണ്. അപ്പോൾ 5 × 2 5 × 7 വരുന്നത് 35. അപ്പോൾ 2:7 ആണ് എൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇൻ എ റോ സതീഷ് ഇസ് 18th ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ആൻഡ് രാഹുൽ ഇസ് 22nd ഫ്രം ദി റൈറ്റ് എൻഡ്. ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ് സതീഷ് ബിക്കം 20th ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ആൻഡ് ഹൗ മെനി പേഴ്സൺസ് ആർ ദർ ഇൻ ദി റോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ സതീഷ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 18th പ്ലേസിലും രാഹുൽ എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 22nd പൊസിഷനിലുമാണ് ഇരിക്കുന്നത്. അവരുടെ പൊസിഷൻസ് മാറിക്കഴിഞ്ഞാൽ, അതായത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, സതീഷിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് 20th ഫ്രം ദി ലെഫ്റ്റ് ആണ്, ലെഫ്റ്റിൽ നിന്ന് 20th പ്ലേസ് ആണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഒന്നുമില്ല, എളുപ്പമാണ്. ഒരൊറ്റ ഫോർമുലയുണ്ട്, ആ ഫോർമുല ഒന്ന് ഓർത്താൽ മാത്രം മതി. അപ്പം ആ ഫോർമുല ഞാൻ പറയാം. അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, കമ്മിങ് ബാക്ക്. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്, നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ T = UP + NP - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺചേഞ്ച്ഡ് പൊസിഷനാണ്, ഇത് ന്യൂ പൊസിഷനാണ്. ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം അൺചേഞ്ച്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൊസിഷൻ, അതായത് 22 + ന്യൂ പൊസിഷൻ കണ്ടോ 20th ആയി എന്ന് പറഞ്ഞില്ലേ. അപ്പം +20 - 1. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന 2 വാല്യൂ ഉണ്ടല്ലോ, 22ഉം 20ഉം ആണ് 2 വാല്യൂ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 44 - 1 ദാറ്റ് ഗിവ്സ് യു 42 - 1 ദാറ്റ് ഗിവ്സ് യു 41. ഇതാണ് നമ്മുടെ എത്ര ആൾക്കാരുണ്ട് ആ റോവിനകത്ത് നിന്നുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സാലറി ഓഫ് എ വർക്കർ ഇസ് ഫസ്റ്റ് ഡിക്രീസ് ബൈ 20%, ആദ്യം 20% കുറഞ്ഞു, ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ 10%, പിന്നെ 10% കൂട്ടി. അങ്ങനെയാണെങ്കിൽ നെറ്റ് എഫക്റ്റ് എത്രയാണ്? ആദ്യം 20% കുറച്ചു, പിന്നെ 10% കൂട്ടുമ്പോൾ നെറ്റ് എഫക്റ്റ് ആണ്. ഇതിനും ഒരു ഫോർമുലയുണ്ട്, എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് X + Y + XY/100. ഇതൊന്ന് ഓർത്താൽ മതി, എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ X എന്ന് പറയുന്നത് എന്താ? ആദ്യം ഡിക്രീസ് ചെയ്തു 20%, അപ്പം -20 വരും കേട്ടോ. ഡിക്രീസ് ആയതുകൊണ്ടാണ് ഞാൻ മൈനസ് ഇട്ടത്. പ്ലസ് പിന്നെന്താ? ഇൻക്രീസ് ബൈ 10%. അപ്പോൾ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ +10 ആണല്ലോ, അപ്പോൾ അവിടെ മാറ്റമൊന്നുമില്ല. പിന്നെ മൈനസും പ്ലസും കൂടി വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. അതായത് മൈനസ്, പിന്നെ ഇവിടെ എത്ര വരുന്നത്? X എന്ന് പറയുന്നത് 20 × 10/100. അപ്പോൾ ആൻസർ എത്ര വരും? -20 + 10, ഇവിടെ -200/100 വരും. ക്യാൻസൽ ചെയ്തു. അപ്പം -20 + 10 ദാറ്റ് ഈസ് -10 - 2 ദാറ്റ് ഗിവ്സ് യു -. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. മാത്സ് വെറുതെ വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല, ചെയ്ത് തന്നെ നോക്കണം. പിന്നെ വീണ്ടും ഞാനിത് തന്നെ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യും, അപ്പോൾ അതെല്ലാം കാണുക. എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്